വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസിക്ക് അറിയാലോ. ഞങ്ങൾ ഇന്ന് പോണത് എങ്ങോട്ടാന്ന് ശരിക്കും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. കാരണം ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഇന്ന് നോമ്പായതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമല്ലോ, നാളെ ഇടാൻ വീഡിയോ ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ അങ്ങനെയുള്ള യാത്രയാണ്. എന്നായാലും നമ്മൾ മൂലമറ്റം വഴിക്കാ പോയി നോക്കണേ കേട്ടോ. പറമ്പിൽ പോകാന്നോ പറഞ്ഞേ? അതെ, മൂലമറ്റത്ത് പറമ്പുണ്ട്, മൂലമറ്റത്ത് പറമ്പുണ്ട്, പറമ്പിൽ പോകാന്നാ ഓർത്തത്. അങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും പിന്നെ എന്നാ പിന്നെ പോയി നോക്കാം എന്ന് വെച്ചു. യാദൃശികമായിട്ട് നിക്കായും കൂട്ടുകാരും വന്നിട്ടുണ്ട്. അവര് നമ്മുടെ കൂടെ വരുമോന്ന് അറിയത്തില്ല. അവരെ കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും വഴിക്ക് കയറി പോകാം കേട്ടോ. അവര് പുതിയ താറിലേക്കാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് പോണ യാത്ര നമ്മുടെ ബൊലേറോയിലുള്ള ആദ്യത്തിൽ ഓഫ് റോഡാന്ന് തന്നെ പറയാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പെട്ടെന്ന് തീരുമാനിച്ച ജിംസാനെ വിളിച്ചപ്പോൾ ടൗണിലായിരുന്നു, വീട്ടിൽ വന്ന് വണ്ടി കയറി പോയി, അത്രേ ഉള്ളൂ. എല്ലാം പടപടയെന്നും പറഞ്ഞായിരുന്നു കാര്യങ്ങൾ. വലിയ ഓഫ് റോഡൊന്നും ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മഴക്കാറും മഴയൊക്കെ വൈകുന്നേരം ഉള്ളത് കൊണ്ടൊരു പ്രതീക്ഷയിൽ ഇറങ്ങിയേക്കണേ. പിന്നെ നോമ്പാണ്, നോമ്പ് തുറക്കണതിന് വീടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ ചായ കുടിക്കാം, അതല്ലെങ്കിൽ വിശന്നിരിക്കേണ്ടി വരും. പിന്നെ യാസീന് പണിയുണ്ട്. യാസീന് ഷാക്കൂറിനൊക്കെ പണിക്കാരെ വിളിക്കാനൊക്കെ വൈകിട്ട് പോകണം. അമല് ഗോവയ്ക്ക് പോയിക്കോട്ടെ. ഇന്ന് എത്തണേ ഉള്ളൂ. ഇന്ന് വരുമെന്നൊക്കെ പറഞ്ഞാൽ കേട്ടു. അവന്റെ വണ്ടി ഈ ആഴ്ച ഇറങ്ങുമെന്ന് പറഞ്ഞു. എല്ലാം പറച്ചിൽ മാത്രമാണ്, ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവന്റെ കാര്യം വണ്ടി ഇന്ന് ഇറങ്ങുമോ, അടുത്ത ആഴ്ച ഇറങ്ങുമോ, അടുത്ത മാസം ഇറങ്ങുമോ? പുള്ളി പറഞ്ഞ് ഈ ആഴ്ച ഇറങ്ങും, ഓക്കെ എന്ന് പറഞ്ഞു. മിക്കവാറും 2 ദിവസം മുന്നേ പറയും വണ്ടി ഇറങ്ങൂല, ഇനി അടുത്ത ആഴ്ച ഇറങ്ങുമെന്ന് പറയും. അവന്റെ ഒരു ഇത് വെച്ച് ആണെങ്കിൽ ഒച്ചയ്ക്ക് പറഞ്ഞാൽ ഏത് കേൾക്കുമല്ലോ. അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടില്ല. ഒച്ചയ്ക്ക് തന്നെ പറയണേ, കേൾക്കണ്ട. കേട്ടാ കൊള്ളാം. ക്ലാസ്സൊക്കെ പൊക്കിയിട്ടേക്കുന്നുണ്ട്. ഇനിയിപ്പം വേറെ ഒന്നുമില്ല. പിന്നെ ബാക്കി നമുക്ക് പോയിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ കാഞ്ഞാറ് എത്താറായി. അതൊക്കെ ഈ സ്ഥലമൊക്കെ എല്ലാവർക്കും അറിയാം, ഇതിപ്പോ എടുക്കേണ്ടതല്ല. അപ്പൊ നമ്മള് നിയാസ്കാരുടെ ചേട്ടൻ ഷിയാസ്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണമെന്നാ പറഞ്ഞേ. കാഞ്ഞാറ് വെയിറ്റ് ചെയ്യാമെന്നാ പറഞ്ഞേ. അവരെ പോയി കാണാൻ, ജസ്റ്റ് മീറ്റ് ചെയ്യാം. എൻ്റെ സൗണ്ട് കേൾപ്പിക്കാട്ടോ, ടയറിന്റെ നോയ്സേ. ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നോയ്സ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. ഏതാണ്ട് വലിയ AC ലോറി പോകണ എനിക്ക് ഒച്ച വെളിയിൽ. പിന്നെ നമ്മുടെ സൗണ്ട്, അതെ, AC ലോറി ഇതിൽ സൈഡിലാണ്. ആ ടയറിന് നല്ല നോയ്സ് ഉണ്ട്. അവിടെ വലിയ ടയറിൽ കിടക്കണേ അതിൻ്റെ. പിന്നെ ഇന്നേരം നല്ല സ്പീഡിൽ പറന്നായിരുന്നു കേട്ടോ വന്നേ. അതെ, ഒരു വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത നിയാസിക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ടിരിക്കണം. അവരെ കാണാനില്ല. അവരവിടെ പോയി. കലിങ്കോണി കാഞ്ഞാറ് കുറച്ച് ദിവസമായി ഇവിടെ കലിങ്കോണി ഇറങ്ങിയിട്ട്. അവർ കാണാനില്ല, അവരവിടെ പോയി നിൽക്കണയാ. അതിനകത്തുണ്ട് അവർ നമ്മൾ കാഞ്ഞാറ് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് കിടപ്പുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് കയറി നോക്കി, ഞാൻ ചിരിക്കും. ഞാൻ ക്യാമറ നിയാസിക്കൊക്കെ ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ ഹാൻഡ് ഓവർ ചെയ്തില്ലല്ലോ. ഞാൻ റെക്കോർഡ് ചെയ്യില്ല കേട്ടോ. നിങ്ങളെങ്ങോടാലോ വീഡിയോ ഓണാലോ, നിങ്ങൾക്ക് റെക്കോർഡിങ്ങിലാലോ. ഡ്രൈവറിനെ കിട്ടൂലോ. അതെ, നാളെ വരൂട്ടോ. നിങ്ങളൊക്കെ എങ്ങോട്ട് വന്നും പറഞ്ഞാണ്ട് ഇറങ്ങിയേക്കണേ വീട്ടിൽ നിന്ന്, അതാദ്യം പറയാലോ. ഇതെൻ്റെ ഇക്കായട്ടോ, ഷിയാസ്. പേര് പറഞ്ഞോ? ഷഫീഖ്. ഇവരൊക്കെ ഇവിടുത്തെ ഫേമസ് താരങ്ങളാട്ടോ. സക്കീർ. ഒരു 3 കൂടെ ആയപ്പോളാ ഇവരെപ്പോഴും ഈ വഴിക്ക് ഇങ്ങനെയൊക്കെ പോകും. നമ്മൾ പോകുന്ന ആരും അറിയില്ല. പോലീസ് സ്റ്റേഷന് മുമ്പിൽ തന്നെ മാസ്ക് ഒന്നും ഇടാണ്ട്. ശരിയല്ലോ. എങ്ങോട്ടാ പോണേ? ഞങ്ങൾ വന്ന് ബാക്കി ചെയ്യുന്നപ്പോൾ നന്നായിട്ട് തലയിറങ്ങിയാൽ വന്നേ. അതിന് മേളിലേക്ക് കയറി കഴിഞ്ഞാണ്ടല്ലോ നല്ല അവസ്ഥയായിരിക്കും. പുതിയ താറാട്ടോ. ആരും ഓടിക്കണം എന്നുള്ള തയ്യാറെടുപ്പില്ല. പുറകിലിരിക്കാൻ ആരും തയ്യാറല്ല. ആരും വേണമെങ്കിലും കയറിക്കുമെന്നും പറഞ്ഞോണ്ടിരിക്കും കേട്ടോ. ഫുള്ള് ചവിട്ടട്ടല്ലാണോ. അപ്പോൾ നമ്മൾ പറഞ്ഞ വഴി കൂടെ തന്നെ അവർ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അല്ല, നമ്മൾ പറഞ്ഞില്ലല്ലോ വഴി. ഞങ്ങൾ മൂലമറ്റത്ത് ചെന്നിട്ട് അവിടെ നിന്ന് മേളിലേക്ക് കയറിപ്പോണൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോകാനുള്ള പ്ലാനിങ് കേട്ടോ. യാദൃശികമായിട്ടാണ് അവരെ കണ്ടുമുട്ടിയത്. അവർ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചതെങ്കിലും അവരുടെ വണ്ടിയും ബ്ലാക്ക്, നമ്മുടെ വണ്ടിയും ബ്ലാക്ക്. ഇന്ന് ബ്ലാക്കിലൊരു തരംഗം സൃഷ്ടിക്കും ഞങ്ങളിത്. അതെ, അത് വേറൊരു സംഭവം ഉണ്ട്. അത് ഇപ്പം പറയാനുള്ള സർപ്രൈസ്. അപ്പോൾ കാഞ്ഞാറ് പാലം ദൃശ്യം ഷൂട്ട് ചെയ്തൊക്കെ അതേ ഭാഗത്ത് എവിടെ കണ്ടോ കേട്ടോ. അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഇന്നിപ്പോൾ അതിന് സമയമില്ല.
ഇവിടെ ജസ്റ്റ് ഓഫ് റോഡ് പോകണു. ഡീസലൊക്കെ മതിയായിരിക്കുമല്ലോ അല്ലേ? ആ പോയി നോക്കാനായാലും. ഇപ്പം 500 അടിച്ചാലും ഒന്നുമില്ല. നേരത്തെ 500 അടിക്കും എങ്ങോട്ടും പോകുമായിരുന്നു. അതെ, ഇതിപ്പോൾ വലിയ അണ്ടാവ് പോലെ കുടിച്ച് നിറയ്ക്കും അങ്ങോട്ട്. പിന്നെ ആയിക്കോട്ടെ എന്നാ. എന്നും റോട്ടിൽ കൂടെ അല്ലേ ഇവിടെ, എന്നും ഒരു വെറൈറ്റി ചേഞ്ച് കേട്ടോ. ചേഞ്ച് ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തല്ലേ? ഒന്നുകൂടെ കയറി വന്നൊരു വലിയ ലോറി നിറച്ച് തടിയൊക്കെ ആയിട്ട് കയറി. അപ്പം നമ്മൾ നൈസായിട്ട് കയറിക്കുന്നു. ഒരു താറ് റിവേഴ്സറിൽ പോകേണ്ടി തോന്നുന്നു. കാരണം സൈഡിൽ കല്ലൊക്കെ ഇങ്ങനെ നിൽക്കണോണ്ട്. നമ്മൾ ഈ വണ്ടിയുടെ പണി മൊത്തം തീർന്നിട്ടില്ല കേട്ടോ. പണിയൊക്കെ ഇനിയും തീരാനുണ്ട്. കുറേ പരിപാടിയുണ്ട്. സ്റ്റിക്കറൊന്നും ഒട്ടിച്ചിട്ടില്ല. നമ്മുടെ നിയാസിക്കൽ ബോക്സ് തന്നെയുള്ള ഈ ഒരു സ്റ്റിക്കർ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കണം. ഇനി നമ്മുടെ ക്യാരിയർ കയറ്റണം. കുറേ പരിപാടി ചെയ്യേണ്ട. അതെ, അവർ താറ് കയറുന്നു. നമ്മൾ മൂലമറ്റം എലപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാട്ടോ ഇത്. ഇവിടെ ഞങ്ങൾക്ക് സ്ഥലമുണ്ടേ. ഇവിടെ ഒരു എവിടെയല്ലോ അത്. അതെ, ഇവിടെ നിന്ന് ഈ കാണുന്ന ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോകണം. ഇച്ചിരി നടക്കാമെന്ന് വെച്ചൊന്നുമില്ല. ഈ പറമ്പിൻ്റെ അപ്പുറം ഒരു പാലമുണ്ട്. ആ പാലം കയറുമ്പോൾ നമ്മുടെ സ്ഥലമാണ്. ഇങ്ങോട്ട് പോകാൻ വേറെ വഴിയുണ്ട് മേളിക്കൂടെ കേട്ടോ. വലിയതല്ല, ചെറിയ വീടാണ്. പൂട്ടിക്കിടക്കുവാണ്. മൊത്തം തടിയും കൊണ്ടുള്ളൊരു വീടാണ്. പണ്ടത്തെ ഈ മച്ചൊക്കെ വെച്ചിട്ടുള്ള സൈസ് ഒരു പഴയ വീട്. അപ്പോൾ അങ്ങോട്ട് പോകണത് ഇവിടുന്ന് വലത്തോട്ട് കയറി വേണം പോകാൻ. ഈ വഴികളിലേക്കാ? ഈ വഴിക്ക് പോയാൽ നമ്മുടെ പറമ്പിലേക്ക്. അതന്നെ, ഈ വഴിക്ക് പോയാട്ടോ പറമ്പിലേക്ക് കയറി പോണ വഴി. നമ്മൾ ലെഫ്റ്റ് ഈ വഴി കൂടെ പോകണം. മൊത്തം താറ് കയറി വരുന്നേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും കണ്ടു കഴിയുമ്പോഴത്തേനും അറിയാം. ഇത് ചെറിയൊരു വെട്ടം കിട്ടുന്നുണ്ടോ? ചെറുതായിട്ട് കണ്ടില്ല അല്ലേ? കാണത്തില്ല. ഓണടിച്ച് കയറി പോട്ടെ കേട്ടോ. വഴിക്ക് വീതിയില്ല. അപ്പോൾ ലോറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതീക്കടി ഇങ്ങോട്ട് കയറി ഇങ്ങനെ വന്നു. വീതിയൊക്കെ കുറവാണ് വഴിക്ക്. കയറി മുകളിലോട്ട് എല്ലാം ഓഫ് റോഡ് തുടങ്ങുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് റോഡാണ് ഫുള്ള്. വീതി കുറവാണ് ശരിക്കും. ഡയറക്റ്റ് റോഡാണ്. ഓടുന്നില്ല. ഇതിപ്പോൾ ഈ വഴി കൂടെ ആളുകളൊക്കെ ഒത്തിരി പോകുമ്പോഴത്തേനും ഇവിടെയുള്ള നാട്ടുകാർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇപ്പോൾ ഒരു ചേട്ടനെ വഴിക്ക് വെച്ച് കണ്ട് പുള്ളി പറഞ്ഞു ഞങ്ങൾ ഇവിടെ വീടൊക്കെ പണിയാനും സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ പോണത്. അപ്പോൾ ഇതുപോലെ ഇതിനു മുമ്പ് വേറെ വണ്ടിക്കാരൊക്കെ വന്നിട്ട് റോഡ് മൊത്തം കുളമാക്കിയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ നമ്മളുടെ വർത്തമാനം പറഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ കാണിക്കണേനുള്ളത് അനുഭവിക്കുന്നത് പുറകെ വരുന്ന തലമുറയാണ്. അത് എല്ലാ രീതിയിലും എല്ലാവർക്കും ബാധകമാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല. നമ്മൾ ഇതിനു മുമ്പ് പോയതും മാന്യമായിട്ട് തന്നെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇതിന് മുമ്പ് ആരൊക്കെയോ വന്ന് കയറി പോയിട്ടുണ്ട്. അവർ ഭയങ്കര അലമ്പായിട്ടാവും. അത് ഇനി വന്നാൽ തല്ലൊന്നും പറഞ്ഞാൽ നാട്ടുകാരൊക്കെ ഇരിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു സീനുണ്ടായിട്ടോ. ഇനിയിപ്പോൾ നമുക്കറിയത്തില്ല. മേളിലേക്ക് ചെല്ലും തോറും എന്താകും അവസ്ഥ, അടി കിട്ടുമോ എന്നൊന്നും അറിയാൻ പാടില്ല. നമ്മളെന്തായാലും കറക്കി കയറ്റണമൊന്നുമില്ല. നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ പതുക്കെ നടന്ന് കയറുന്ന സ്കീം ഉണ്ടോ എന്ന് നോക്കുകയുള്ളൂ കേട്ടോ. എന്തായാലും കൂടെ ഉള്ളതും പുതിയ വണ്ടിയാണ്. അപ്പോൾ അതിനെ കൊണ്ട് ഒത്തിരി നമുക്ക് കുത്തി കയറ്റാനും പറ്റത്തില്ല. അതിനായാലും നമ്പറില്ല അല്ലേ? നമ്പറില്ല കേട്ടോ. നമ്പർ പോലും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോണതിന് ഒരു പരിമിതികളൊക്കെ ഉണ്ട്. അതെ, അവരെ കൊല്ലണേന് ഒരു പരിധിയിലേന്ന്. ഓഫ് റോഡ് തുടങ്ങും കേട്ടോ. എന്തായാലും ഓഫ് റോഡ് തുടങ്ങി കേട്ടോ. ഫസ്റ്റ് ബൊലേറോട് കൂടം. ബൊലേറോ കയറി. അടുത്ത താറിലെ ആൾ മാറി കേട്ടോ. പയ്യെ കയറി പോട്ടെ. എൻ്റെ റേഡിയേറ്റർ താന്നിരിക്കണോണ്ടേ കമ്പ് എറിയുന്നു.
തുള്ളി ആട്ടെ കയറി പോണേ. തുള്ളിയാണ് കയറി പോണേ. അവിടെ നിന്ന് ഇറങ്ങിക്കാം അല്ലേ. നല്ലൊരു സെറ്റപ്പ് ആട്ടോ, കണ്ടിട്ട് തന്നെ നല്ല രസം. മഴയും കൂടി ആണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഒഴുകി ആ ഒരു സെറ്റപ്പിൽ കിടക്കണ വഴിയാട്ടോ. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കല്ലും കൂട്ടമാണ് കിടക്കണത്. അധികം ടയറിന് സ്ട്രെസ് കൊടുക്കാതെ ഒരു മയത്തിലൊക്കെയാണ് കയറാൻ ശ്രമിക്കണത്. നമ്മുടെ ജീപ്പും കൊണ്ട് കയറി എക്സ്പീരിയൻസും വെച്ചിട്ടാട്ടോ ബൊലേറോ ആയിട്ട് കയറണേ. എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളത് കണ്ടറിയണം. കയറി കിട്ടിയ രക്ഷ കിട്ടു. അല്ലാതെ ഈ ബ്ലാക്ക് കളർ വണ്ടി ആയതുകൊണ്ട് കാണാനൊരു പ്രത്യേക ഒരു രസം തോന്നി കേട്ടോ. പക്ഷേ കുറച്ച് ദിവസത്തേക്ക് ഇത് കാണുള്ളൂ. കാരണം നമ്മളിതുപോലെ ഈ കാട്ടിക്കൂടെയൊക്കെ പോയി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം സ്ക്രാച്ചായി ഈ ഒരു ഫിനിഷിങ് എന്തെങ്കിലും കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഒരു രസം, പിന്നെ രണ്ട് വണ്ടി ബ്ലാക്കാണ്, ഒരു കരിവണ്ടൊക്കെ പോകണ പോലത്തെ ഒരു ഫീൽ കിട്ടും കേട്ടോ. നല്ല രസമായിരുന്നു. കാരണം നല്ല പച്ചപ്പുണ്ട്, മൊത്തത്തിലൊരു പച്ചപ്പുണ്ട്. പച്ചപ്പെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് കലർന്നൊരു പച്ചപ്പായിരുന്നെങ്കിലും നല്ല രീതിയിൽ തന്നെ പച്ചപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാട്ടിക്കൂടെ പോണൊരു ഫീൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷം മനസ്സിന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീപ്പ് നടന്ന് കയറുന്ന അതേപോലെ തന്നെ നമ്മുടെ ബൊലേറോയും കയറണം കേട്ടോ. അത് വലിയൊരു സന്തോഷം കേട്ടോ. നടന്ന് പതുക്കെ കയറണം. നമുക്ക് ആക്സിലേറ്ററും ക്ലച്ചിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ നടന്ന് പതുക്കെ കയറി പോകുന്നുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി പോകാം. താറിൻ്റെ അവസ്ഥ എന്നാന്ന് കാണും കേട്ടോ. അല്ല, അതിൻ്റെ റേഡിയേറ്റർ താന്നിരിക്കണോണ്ടാ. ഒരു കുഴപ്പമില്ല. പോട്ടെ നിങ്ങൾ പിടിച്ചോ. ആ പോട്ടെ. അത് കുഴപ്പമില്ല. ഇങ്ങോട്ട് പിടിച്ചോ. ആ പോട്ടെ. ടാറും കയറി വരുന്നുണ്ട്. അവനും പുലിയാണെന്ന് തെളിയിച്ചോണ്ട് കേട്ടോ തന്നെ. ആഹാ, മേളിലേക്കെല്ലാം ഇതിനേക്കാളും വലിയ കുഴിയല്ലോ. ഇതിൻ്റെ സെൻറ്റർ ഇത്ര താന്നാൻ നിൽക്കണം ഈ താറിൻ്റെ. ഓണാക്കാൻ മറന്നു അറിയോ? കണ്ടോ ഇതിൻ്റെ അടിവശം കണ്ടോ? ഇത്ര താന്നാൻ നിൽക്കണം. അതാ ഇതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയ കേസ്. സൂചി പോയില്ലേക്ക് കിടന്നു തന്നെ. ഓട്ടെ, ഇനിയിപ്പോൾ വിധിയാലോ. തിരിച്ചു പോകണമെങ്കിൽ നല്ല പാടാ. റിവേഴ്സ് തന്നെ പോകണം. ആണോ? മേളിൽ പോയി ഒരു മിനിറ്റ്. ഈ താറങ്ങോട് കയറി വീഡിയോ എടുക്കട്ടെ. എന്നായാലും മേളിലേക്ക് പോകട്ടെ ഇവിടുന്ന്. പിന്നെ കാരണം താറ് ഇപ്പം പുതിയ വണ്ടിയാണെങ്കിൽ അതിൻ്റെ അടിവശം ഒത്തിരി താന്നാ നിൽക്കണേ. അതതിൻ്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട് തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ ഇതിനകത്ത് ഒന്നുമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കല്ലിങ്ങനെ പൊങ്ങിയുള്ള കല്ലുകളാട്ടോ മൊത്തം. തിരിക്കട്ടെ.
അടുത്ത് നമ്മൾ താറ് കയറി വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ആ റേഡിയേറ്റർ താന്നിരിക്കണോണ്ട് ഒരിത്. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് സ്ഥലത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ പറ്റാനുള്ള, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ എത്രത്തോളം പറഞ്ഞാലും നമുക്കത് അറിയിക്കാൻ പറ്റണല്ലോ കേട്ടോ. ഭയങ്കര വഴിയാട്ടോ ഇത്. ഇത് ഈ ഇടയിലൂടെ ആരോ വന്നു പോയി ഭയങ്കര സീനായെന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞത് മറ്റേ സുജിത് ഭക്തൻ വന്നു എന്നാണ് പറഞ്ഞത്. അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി കറങ്ങി കയറി വഴിയൊക്കെ പോയി ആകെ ആൾക്കാരെല്ലാം അലമ്പായി എന്നൊക്കെ പറഞ്ഞു. നമുക്കിനി മേളിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ താഴെ താറ് കയറി വന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് പോയി നോക്കട്ടെ കേട്ടോ. മേലെ എന്തെങ്കിലും പണിയെടുക്കാത്ത എൻ്റെ ഇക്ക പട്ടിയെ പോലെ പണിയെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. വിധിയാലോ മതി, അത് പൊക്കോളൂക്ക. ഇനി ഇടിച്ചു കഴിഞ്ഞാൽ വിധിയായിട്ട് കൂട്ടേണ്ടി വരുമല്ലോ. 4 വീല് ഫുള്ളല്ലേ ഇട്ടേക്കണേ. ചോ ഹൈലാണോ? ഹൈലിട്ടല്ലേ ലോയിലേക്ക് ഇടണം. ലോയ ഫുള്ള് എച്ചല്ല എല്ലാം വേണ്ടേ. ആ എല്ലിട്ടെല്ലാം നടന്ന് കയറുള്ളൂ. അത് പോക്കുള്ളൂ. കാല് അവിടെ പൊങ്ങുമ്പോൾ ഇപ്പോൾ എവിടെയോ തട്ടിയൊന്ന് ഇച്ചിരി ചളങ്ങിയ പോലെ ഉണ്ടല്ലോ. നമ്മൾ തട്ടി വീഴാണ്ട് നോക്കണം കേട്ടോ. ഇവിടെ ആ കല്ലിൻ്റെ വെളിക്കൂടെ കയറിക്കൊണ്ട് വെച്ചാൽ മതി. ഈ കല്ലേക്കൂടെ കയറ്റിക്കോ, എന്നാലും അടിയിടിക്കാണ്ടിരിക്കുള്ളൂ. ഇങ്ങോട്ട് പറ്റേ. ഇങ്ങോട്ട് തിരിക്കും മനുഷ്യ. ആ അത് തന്നെ. ഇങ്ങോട്ടോ. ആ പോട്ടെ പോട്ടെ. ഓഫ് റോഡ് കണ്ടിട്ട് എന്നാ പറയണു? കൊള്ളാം, പൊളി സാധനം. സാരില്ലല്ലോ, നിങ്ങളുടെ മനസ്സിലിപ്പോ നമുക്ക് മനസ്സിലായല്ലോ. ഇനി മേലേക്ക് ഇച്ചിരി കല്ലുള്ളൂ. ഇതിപ്പോൾ മൊത്തം കൊക്കോയൊക്കെ ആട്ടോ സൈഡിൽ കൂടെയൊക്കെ. ശരിക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ എവിടെ ചെന്നാലും കാണാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല ഇവിടെ. ഒരു നല്ലൊരു പച്ചപ്പും മഴ പെയ്തില്ലെങ്കിൽ പോലും മഴ പെയ്തതിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചില സ്ഥലത്തുള്ളൂ ഇങ്ങനെ നല്ല പച്ചപ്പായിട്ട് തോന്നിക്കുന്നത്. നല്ല കളറായിരുന്നു. അതുകൊണ്ട് തന്നെ മേളിലേക്ക് ചെല്ലുന്തോറും ചില സ്ഥലത്ത് ഇതുപോലെ മൊത്തം ഉണങ്ങിയ അവസ്ഥയുണ്ട്. അതാണ് ഇപ്പോഴത്തെ എനിക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്തതിൻ്റെയും അല്ലെങ്കിൽ പോകാൻ മനസ്സുകൊണ്ടൊരു തൃപ്തി വന്നാത്തതിൻ്റെ കാര്യം. അതാണ് നമ്മൾ ചുമ്മാ പോയി എന്തെങ്കിലും കാണിച്ച് കുറേ വീഡിയോ എടുത്തിരുന്നാലും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യണതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാർഗറ്റോ നമുക്ക് മെയിനായിട്ട് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ. കാരണം നമ്മൾ ഓരോ സ്ഥലം ചുമ്മാ വാരി വലിച്ച് കാണിച്ചത് കൊണ്ട് കാര്യമില്ല. ആൾക്കാർക്ക് കാണുമ്പോഴും മനസ്സിനൊരു സമാധാനം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടിയിട്ടും ഒക്കെ പലരും വീഡിയോ കാണുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചുമ്മാ ഉണങ്ങിയ അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് ഒന്നുകൂടെ ഉണങ്ങി പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു കാലാവസ്ഥയിൽ ഒരു വീഡിയോ ചെയ്യണേ കേട്ടോ. അവനെ ഡ്രോണപ്പുറത്ത് മേളിൽ വിട്ടേക്കോട്ടോ. പുള്ളി മേളിൽ പോയി നിൽപ്പുണ്ട്. പാവം അവനാ ഇന്നത്തെ അടിമക്കണ്ണ്. താറിന്ന് അടി ഷിയാസൊക്കെ വന്ന് വണ്ടി കയറിയിട്ടുണ്ട്. താറിലുള്ള യാത്രയെ പറ്റി എന്താണ് അഭിപ്രായം? ഭയങ്കര സുഖമാണ് അതിനകത്ത്. ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ബാക്കിലേക്ക് കയറണമെങ്കിൽ സീറ്റ് മറിച്ച് കയറണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം അത് വലിയൊരു ബുദ്ധിമുട്ടാന്നൊക്കെ. 3 പേർക്ക് പോകാൻ പാടാ. 2 പേര് സുഖമാണ്. കഴിഞ്ഞില്ലേ വണ്ടി?
മന്ദം മന്ദം അവനിങ്ങനെ കയറി വരികയാണ്. ആ കയറി പുട കൂട്ടാൻ കൊണ്ടോ. ഇതങ്ങോട്ട് കല്ല് പോയി. അതാ പിടിക്കൂല. ഇറങ്ങും. ഇച്ചിരി റിവേഴ്സ് ഇറക്കിട്ട് കയറുമ്പോൾ ആ കല്ലിൻ്റെ ആ കല്ല് ഇങ്ങോട്ടേക്ക് ഇട്ടു ഇട്ടു. വണ്ടി കുറച്ച് സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ഇടിച്ചിടിച്ച് കയറി പൊക്കോളും. പക്ഷെ എൻ്റെ അടി താന്ന് നിൽക്കണോണ്ട് ഇടിക്കും. അടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അതുകൊണ്ടുള്ളൊരു പേടി കൊണ്ട് പിന്നെ പതുക്കെ കയറ്റണായിട്ടോ. മൊത്തം വണ്ടിയുമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇറങ്ങാം. പയ്യ ഇറങ്ങാം. അവിടെ ചുമ്മാ അവിടെ തന്നെ ഒരു എന്തൊരു ബാക്കി പിടുത്തം കിട്ടാം. ഫ്രണ്ട് പോകുന്നതുകൊണ്ട് അവിടെ ബാക്കി പിടുത്തം കിട്ടാം. അവിടെ ആ ഭാഗത്തുണ്ടോ? അവിടെ നിയാസിക്ക് കല്ലെടുത്ത് പണിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണിയെടുക്കുന്ന കാഴ്ച. നിയാസിക്ക് പണിയെടുക്കുന്ന കാഴ്ച. ആ ഫാസ്റ്റായി. അത് ഇരട്ടി പണിയാക്കി. മനെ കളിയാക്കണോണ്ടാ ഞാൻ മേലെ ഇറങ്ങാത്തേട്ടോ. ഇത് ഇങ്ങനെ പിടിച്ച് കിട്ടുക. ഞാൻ എടുത്തിട്ട് കല്ല അതിന് വേണ്ടി എടുത്തിട്ടായിരുന്നു. ആ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരെ. അതിപ്പോൾ ബാക്ക് ടയർ ആകുമ്പോൾ തോണ്ടി കളയൂലോ. ബാക്കി ടയർ കയറി കറങ്ങുമ്പോൾ തോണ്ടി കളയും. ഈ ഒരു ലെവലിൽ ഇങ്ങനെ കയറുമെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ കയറുവാണ്. ഇതോടെ ഇങ്ങനെ ഇങ്ങനെ കയറി അവിടെ അപ്പോൾ കയറിക്കോളും. പോവാ ആ എ സി കോഫി ചെയ്യാൻ പറയാം. ഇത്തിരി കാല് കൊടുക്കാൻ ആ കാല് കൊടുത്തു. കാല് കൊടുത്തു കിട്ടും. ചവിട്ട് കിട്ടും. ഇച്ചിരി പുറകേന്ന് വരുമ്പോൾ കാല് കൊടുത്ത് വന്നേ. കാല് കൊടുത്തു. ആ വന്ന പോസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് കാല് കൊടുത്ത് കയറി വന്നാൽ കയറി. പോട്ടെ 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 പോട്ടെ. ഓ കല്ല് പറമ്പ്. ആ പോട്ടെ പോട്ടെ പോട്ടെ. അത് തന്നെ അത് തന്നെ അത് തന്നെ. ഉള്ളതേ ആ രക്ഷപ്പെട്ടു. ടാസ്കുകളൊക്കെ കഴിഞ്ഞു. അയ്യോ ആ അന്ന് വന്നപ്പോൾ ഇതുണ്ടോ മരവാഴ. ഈ മരവാഴയുടെ വീഡിയോ കണ്ടിട്ട് അന്ന് ഇട്ടിട്ട് വേറെ ആരും ഇവിടെ ഒന്ന് മരവാഴ പറിക്കാൻ വന്നായിരുന്നു എന്നും പറഞ്ഞ് കമന്റ് ഇട്ടായിരുന്നു എനിക്ക്. ആ മരം വെച്ച് വലിച്ചിരിക്കുമല്ലോ. ചേട്ടന്മാർ നല്ല കലിപ്പ് മൂടിൽ നിൽക്കുക. തെറിയാണോ അടിയാണോ വഴക്കാണോ എന്ന് അറിയാൻ പാടില്ല ഗൈസ്. എന്നാരാ ഇവിടെ പരം മുറിക്കുന്ന ചേട്ടന്മാരാട്ടോ. എന്റെ പേരനാ പേരനാ ചേട്ടൻ്റെയോ? ടോണി. ഇവിടെ ഉള്ളവരാണോ? ആ ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. ആ പോകട്ടെ. ആ ചുമന്ന പാർക്കല്ലിട്ട് ഇട്ടു കേട്ടോ.
എൻ്റെ ബാക്ക് സൈഡ് വ്യൂ കയറി പണിയെടുത്തില്ല. കുണുങ്ങി കുണുങ്ങി അങ്ങനെ കുണുങ്ങി കുണുങ്ങി. ഓ ഒരു പണിയാ. ദേ ഈ സൈഡ് കയറുന്നത് കയറിയാലോ, ഇപ്പുറത്തോടെ കയറിയാലോ. പതുക്കെ ഇറക്കാൻ പറ, നേരെ റിവേഴ്സ് ഇറക്കാൻ പറയും. ഈ സൈഡ് കയറത്ത് വന്നാലോ, ഇങ്ങോട്ട് കയറുന്നു വന്നേ. പതുക്കെ ഇങ്ങോട്ട് പോവാ, അത്രയും മതി. ഇനി ഇല്ലെങ്കിൽ അവിടെ ഇട്ട് ഇറങ്ങും. താഴത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടേക്ക് എന്നാ ഉള്ളത്. താഴത്ത് അത്രയും വലിയ വഴി കയറി വന്നിട്ട് ഇനി ഇവിടെ കിടന്നിട്ട് കറങ്ങണേൻ്റെ കാര്യം എന്നാ. ആ ടയർ പോട്ടെ, കറക്റ്റ് ആ കല്ലേക്ക് കയറിയാൽ മതി. അത് മതി. ഇനിയിപ്പോ ഇങ്ങോട്ട് പിടിച്ചോ. അങ്ങനെ പോട്ടെ. പോട്ടെ 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 പോട്ടെ. കയറിക്കോളും. കാല് കൊടുത്തോ, കുറയ്ക്കണ്ട. നമ്മൾ പേടിച്ച് കാല് കുറയ്ക്കുമ്പോഴാണ് വണ്ടി കയറാണ്ട് തന്നെ. അത് തന്നെ. കുറച്ച് വന്ന് കഴിയുമ്പോൾ ശീലമായിക്കോളൂല്ലോ. ഇതാ ആദ്യം വേണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ശീലമായിക്കോളൂല്ലോ. ഷിയാസിക്ക് ഡ്രൈവ് ചെയ്യാൻ വണ്ടി എടുത്തു കേട്ടോ. ഫുള്ള് ഉത്തരവാദിത്തം ഇനി കടയിലായിരിക്കുന്നു. ഇതൊക്കെ നിസ്സാരം നിസ്സാരം. ചെറിയ ചോദ്യം. ഇനി കുഴപ്പമൊന്നുമില്ലാത്ത വഴിയാണെന്നാണ് വിശ്വാസം. അന്നൊന്നും ഞാൻ മറന്നു. എത്ര നാളോ മുമ്പടാ പോയി? 6 മാസമോ 4 or 5 മാസമായി എനിക്ക് പോണേ. ഇതിലൂടെ തടിയൊക്കെ വെട്ടിക്കൊണ്ട് വണ്ടിയായിട്ട് പോണേ കേട്ടോ. പിക്കപ്പൊക്കെ ലോഡും കയറ്റിക്കൊണ്ട് പോണ തടി വണ്ടിയും കൊണ്ട്. ഇനി വലിയ കുഴപ്പമില്ലാക്കാം. അതേ വീടെത്തി. വഴി തീർന്നു കേട്ടോ. ഓഫ് റോഡ് തീരുന്നതാണ് ഈ കാണുന്നത്. ചുമ്മാ ക്ലച്ച് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, ആക്സിഡൻറ്റിന് കാലത്ത് വണ്ടി തന്നെ പോകോളൂ കേട്ടോ. അതൊക്കെ നടന്ന കയറി പോകുന്നുള്ളൂ. വേണ്ടോ, ചുമ്മാ പോകോളൂ. നമ്മള് വണ്ടിയുടെ ഇഷ്ടം വിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കയറ്റുമ്പോൾ നാട്ടുകാർ അവരുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യൂലോ. ഷിയാസൊക്കെ വണ്ടി എടുത്തു കേട്ടോ. പുള്ളി നടന്നും മടുത്തുന്ന്.
കൊള്ളാം പുളി സാധനം. വാവ്, ആ ടയറൊക്കെ വന്ന വരവ് നോക്കിയാലോ. താറും പുറകെ തന്നെ വരുന്നുണ്ട്. ആ പോട്ടെ, വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് താറും ഞങ്ങളും പോവാട്ടോ. നല്ല അടിപൊളി സ്ഥലമാട്ടോ ഇത്. ഇതേടാ ആ മലയുടെ മേളിൽ കൂടി ഒരു വഴി കയറി പോകണ്ട കേട്ടോ. അതാ മറ്റേ വഴിയാടാ, ഇത് അങ്ങ് വന്ന വഴി കണ്ടോ നമ്മുടെ. ആ അത് മറ്റേ ഇങ്ങോട്ട് കയറി പോണ വഴി. അത് വഴി വെട്ടി ഉണ്ടാക്കിക്കണേ. അതാ ഞാൻ പറഞ്ഞു ഉളുപ്പണി വഴി. അതാ ആ മേളിൽ കാണാനുണ്ടോ? ആ വഴി കയറി അങ്ങേറ്റം നോക്കാൻ. ആ മലയുടെ അങ്ങേറ്റം മേളിൽ കണ്ടോ. നമ്മളങ്ങനെ വന്ന് ഈ മലയും കാടും കയറി വന്നപ്പോൾ അവിടെ ഒരു ജീപ്പ് കണ്ടു കിട്ടും. ഓ അതൊരു ജീപ്പ് തന്നെയാട്ടോ. കൊള്ളാം. ഓക്കടായി കപ്പ പറിക്കാൻ വന്ന വണ്ടി. കപ്പയല്ലല്ലോ ഇത്, വേറെ എന്താ ഇത്? മേലിൽ ഇഷ്ടം പോലെ ഉണ്ട്. കൂവ വന്നാണ്. കൂവയില്ലേ കൂവപ്പൊളിന്ന് ഇട്ടിട്ടില്ലേ ആ സാധനം. ആ അത് തന്നെ. അതിൻ്റെ മേലിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് വെട്ടി ഇറക്കാൻ വേണ്ടി വന്ന വണ്ടിയിൽ. അല്ലെങ്കിലും മലകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മഹീന്ദ്രമായോ. എല്ലായിടത്തും മഹീന്ദ്രയോട് മഹീന്ദ്ര. വേറെ ഒന്നും ഇവിടെ എത്തത്തുമില്ല. ഇതിന്റെ പുറകെ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല സുഖമുണ്ടല്ലോ. പക്ഷെ വേറെ ദിവസം ആ താറിൻ്റെ അകത്ത് ഇരുന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തിരിക്കാനാ സുഖം കേട്ടോ. താറിലൊക്കെ ഒരു തലവേദന എടുക്കും അതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. ആ 2 ദിവസത്തേക്ക് മേലുവേദനയൊക്കെ വിളിക്കുക അന്ന് നിങ്ങൾ താറി കയറിയിട്ട്. അതെ ഒരുപാട് കിടപ്പുണ്ട്. ഇതൊരു വലിയ വണ്ടി എവിടെ ചെന്നാലും പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഷിയാസിക്ക് അതിൻ്റെ മേളിൽ കിട്ടുന്ന എന്തെങ്കിലും പുറത്തുണ്ടല്ലോ, എല്ലാം കയറിയതല്ലേ. ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കല്ലോ പറിക്കാൻ. അതിനതിന് പ്രത്യേകത അത് എറിഞ്ഞാൽ താറിൻ്റെ ബോണറ്റെ ചാടി പെയിൻറ്റും പോയി. ലൈവായിട്ടൊരു വീഡിയോ കിട്ടുമോ തെന്നി വീണതിൻ്റെ? ഇതും വീഡിയോയിൽ ഇടൂലേ ഞങ്ങൾ? ആണോ? കഥയില്ല.
ഞങ്ങളപ്പോൾ ഇങ്ങനെ മേളിലേക്ക് പോവാം കേട്ടോ. എന്നായാലും ഇനി ഈ വഴി ചെന്ന് കയറുന്നത് വാഗമൺ റൂട്ടിലേക്കാണ് ചെന്ന് കയറുന്നത്. അവരിനി വാഗമൺ പോവാം. ഞങ്ങൾ നോമ്പായതുകൊണ്ട് ഞങ്ങളിനി തിരിച്ച് തൊടുവഴിക്ക് പോവാണ്. അതെ, നോമ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഓഫ് റോഡ് വീഡിയോസ് എങ്ങനെ കിട്ടും, എങ്ങനെ എടുക്കും എന്നൊന്നും ഒരു പിടിയുമില്ല കേട്ടോ. പറ്റുന്ന പോലെ ചെയ്യാം. അതല്ലെങ്കിൽ വല്ല അൺബോക്സിങ്ങോ അതല്ലെങ്കിൽ വല്ല വണ്ടിയുടെ റിവ്യൂയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതുപോലെ വണ്ടിയുടെ റിവ്യൂയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള വണ്ടികൾ ആരെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇച്ചിരി മോഡൽ നല്ല പഴയ വിൻറ്റേജ് മോഡൽ 4 വീൽ വണ്ടികളോ അതല്ലെങ്കിൽ അതുകൂട്ടുള്ള വണ്ടികളും പിന്നെ അതിൽ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള കാറുകൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ അങ്ങനത്തെ വണ്ടികളുടെയൊക്കെ ഒരു റിവ്യൂവും ചെറിയൊരു പരിപാടി നടത്താനെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വണ്ടി കിട്ടുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ലത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. കാരണം വണ്ടിയുടെ വീഡിയോസാണ്. അപ്പോൾ സാധാരണ പുതിയ വണ്ടികളുടെ വീഡിയോ ഇടാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഒരുപാട് വണ്ടികൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇട്ടുന്ന കുറേ വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൂട്ട് വണ്ടികളുടെയൊക്കെ ഒരു റിവ്യൂ എന്നുള്ള നിലയിൽ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂട്ട് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. ഇനിയിപ്പോൾ എന്നാലും അവർ മേളിലേക്ക് കയറി പോവാം. നമ്മൾ എന്നാ അവർക്ക് ടാറ്റയും പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അയ്യോ, വലിയൊരു കുഴിയാണേ. ഇവിടെ ഈറ്റയൊക്കെ വെട്ടാൻ വേണ്ടി വണ്ടിയൊക്കെ വന്ന വഴിയാട്ടോ ഇത്. അതെ, ഇന്നിപ്പോൾ യാസീനും ഷാക്കൂട്ടിനും മറ്റൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരോടും ഞങ്ങളൊരു സർപ്രൈസ് എന്നുള്ള നിലയിൽ വെച്ചതാണ്. ശരിക്കും പറഞ്ഞ സർപ്രൈസ് മാത്രമല്ല, ഞങ്ങൾ അപ്പോഴാണ് തീരുമാനിച്ചത്. ഷിയാസക്കായൊക്കെ ഇന്ന പോലെ പോണതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പോവാണ്. ഞാനും ചുമ്മാ വീട്ടിലിരുന്ന് ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് എരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഓർത്തപ്പോൾ ജിൻഷാനെ വിളിച്ചു. ജിൻഷ ഇന്ന് ക്ലാസ്സില്ലാന്ന് ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു അറിവിലാണ് വിളിച്ചേട്ടോ. എന്തായാലും അത് വളരെ അതെന്തായാലും വളരെ നല്ല കാര്യമായി. വലിയൊരു കുഴിക്കകത്ത് വന്നിയ കാര്യം പോലെ നല്ല വ്യൂ കേട്ടോ. മൂലവട്ടം പവർ ഹൗസ് എവിടെ നോക്കി കാണാം കേട്ടോ. വണ്ടിയിൽ സൗണ്ട് മാറ്റിയത് കൊണ്ട് ഭയങ്കര സൗണ്ടാട്ടോ, ടെറർ സൗണ്ടാട്ടോ. നല്ല സൗണ്ടാ. അതെ, നമ്മൾ ടാറ്റ പറയേണ്ട സമയമായിരിക്കുന്നു. അവരോട് ഇറങ്ങിപ്പോയി ടാറ്റ പറയാ. കയറിയോ? ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു ക്യാമറ. അങ്ങനെ അവരിനി വാഗമൺ, നിങ്ങൾക്ക് ഇനി വാഗമണ്ണത് ഇത് മെയിൻ റോഡാണ്. ഇത് വന്ന വഴി കണ്ടില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത എങ്ങോട്ടാ? ഒന്നും പറയാനില്ല. ഇനി എങ്ങോട്ടാ? അടുത്ത ഒരു ഓഫ് റോഡ് കൂടെ ഉണ്ട്, അതിന് വേണ്ടി പോവാണ്. അതല്ലേ, ഒരു തന്നെ ഓഫ് റോഡ് ചെയ്യാൻ പോട്ടോ. പുറകിലിരുന്നിട്ട് എങ്ങനെ ഉണ്ടല്ലോ? അടിപൊളി, കൊള്ളാൻ പൊളി സാധനം ആയിരിക്കൂലേ? ഇരിപ്പ് കണ്ടാ അറിയാട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ മേളിലേക്ക് പോകുമോ? ഞങ്ങൾ ഇങ്ങോട്ട് പോവാം. ടാറ്റ. ഓക്കെ, ബൈ. അപ്പോൾ വീണ്ടും കാണാം. വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണുന്ന പണ്ടല്ലേ പറഞ്ഞേ. പണ്ടായിരുന്നു. ഓടാ, ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവരും അങ്ങോട്ടും പോയി. നമ്മൾ നമ്മുടെ ചെറുക്കനെ എടുത്തുകൊണ്ട് ഇനി നമ്മുടെ വഴിക്കും പോകണം. ഒരു പുതിയൊരു വീഡിയോയുമായി അടുത്തവരെ നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.